ഉംറ സ്ത്രീകൾ അറിയാൻ ചില കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആരോഗ്യവതികളുടെ ശാരീരിക ധർമ്മമാണ് ഹൈള് അഥവാ ആർത്തവം എന്നുള്ളത്. ഉംറ യാത്രവേളയിൽ ആർത്തവം അനുഭവപ്പെടുന്നത് അവലക്ഷണമോ ഒരിക്കലും ഭയപ്പെടേണ്ടതോ അല്ല. ആയിഷ റളിയല്ലാഹു അൻഹ, സ്വഫിയ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല തുടങ്ങിയ എത്രയോ മഹദികൾക്ക് ഹജ്ജ് ഉംറ വേളയിൽ രക്തപ്രത്യേനം അനുഭവപ്പെട്ടിട്ടുണ്ട്. ആർത്തവമുള്ളപ്പോൾ ഹജ്ജ് ഉംറകളുടെ തവാഫല്ലാത്ത എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാവുന്നതാണ്. തവാഫിന് പൂർണ്ണ ശുദ്ധി അനിവാര്യമാണ്. സഹോദരിമാരെ, അശുദ്ധിയിലായ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത് മനുഷ്യപുത്രികൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഭാസമാണ് ആയിഷ. തവാഫ് അല്ലാത്ത എല്ലാ കർമ്മങ്ങളും നിനക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഔഷധം ഉപയോഗിച്ച് ആർത്തവം നിയന്ത്രിക്കുന്നതിന് വിരോധമില്ല. സഹോദരിമാരെ, ഔഷധ പ്രയോഗത്തിന് ശേഷം അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടായാൽ സ്ഥിതി കൂടുതൽ വഷളാകും എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ രക്തം കണ്ട ശേഷം 15 ദിവസത്തിനുള്ളിൽ രക്തസാന്നിധ്യമുണ്ടായാൽ ആ 15 ദിവസങ്ങളും അശുദ്ധി കാലമായാണ് പരിഗണിക്കുക. ആ സമയത്ത് നിർവഹിച്ച നിസ്കാരവും തവാഫും അസാധുവാണ്. സഹോദരിമാരെ, മരുന്ന് ഉപയോഗിച്ച് ആർത്തവ നിയന്ത്രണം ഉദ്ദേശിക്കുന്നവർ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ ശേഷമേ അത് ഉപയോഗിക്കാവൂ. മക്കയോട് വിട പറയുമ്പോഴുള്ള വിദാഇന്റെ തവാഫ് അശുദ്ധിക്കാർക്ക് ഒരിക്കലും ബാധകമല്ല എന്ന് നാം മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.